ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ഡ്രാമ എക്സ്പ്ലെയിനർ. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഹീജുവിന്റെ അടുത്തേക്ക് സാവൻ വരികയും പോലീസിനോട് സംസാരിക്കുകയും ചെയ്യുന്നതോടുകൂടെ ആയിരുന്നില്ലേ മൂന്നാമത്തെ എപ്പിസോഡ് തീർന്നു പോയെ. പെട്ടെന്ന് ഇപ്പൊ എങ്ങനെയാ സാവൻ അങ്ങോട്ടേക്ക് എത്തിയെന്ന് നമുക്കറിയണ്ടേ. അത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ നാലാമത്തെ എപ്പിസോഡ് തുടങ്ങുന്നത്. ഒരു ചടങ്ങിൽ പങ്കെടുത്ത് പ്രസിഡന്റിന്റെ കൂടെ നടന്നു വരുന്ന സാവന് ഒരു കോള് വരുവാണ്. ഹീജുവിന്റെ അച്ഛന് നഴ്സിംഗ് ഹോമിൽ നിന്നാണ് കോള് വരുന്നത്. ഹീജുവിന്റെ അച്ഛനെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, എമർജൻസി കോൺടാക്റ്റിൽ നിങ്ങളുടെ നമ്പർ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കോൾ ചെയ്തത് എന്നാണ് നഴ്സിംഗ് ഹോമിൽ നിന്ന് പറയുന്നത്. സംസാരം കഴിഞ്ഞു വരുന്ന സാവനോട് പ്രസിഡന്റ് എന്തു പറ്റി എന്ന് ചോദിക്കുന്നു. എന്റെ ഫാദറിലോ എന്തോ ഒരു പ്രശ്നത്തിലായതുപോലെയുണ്ട് എന്ന് സാവൻ പറയുമ്പോൾ പ്രസിഡന്റ് അങ്ങനെയാണെങ്കിൽ നീ പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്താൻ നോക്ക്, എന്റെ ഒഫീഷ്യൽ വണ്ടി എടുത്തോ, അതാവുമ്പോ പെട്ടെന്ന് നിനക്ക് സേഫ് ആയിട്ട് അവിടെ എത്താം എന്ന് പറയുന്നു. അങ്ങനെയാണ് കേട്ടോ സാവൻ നല്ല ഹൈ സെക്യൂരിറ്റിയോട് കൂടെ ഹീജുവിന്റെ അടുത്തേക്ക് വരുന്നതും 3 വർഷത്തിനിടയിൽ ആദ്യമായിട്ട് അവൾ വൈഫാണെന്ന് പറഞ്ഞ് ഒരാളുടെ മുന്നിൽ, അതായത് പോലീസിന്റെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും. അവളെ കാറിലിരുത്തിയ ശേഷം സാവൻ പോലീസിനോട് എന്നെ കൊണ്ട് പറ്റുന്നത്ര വേഗത്തിൽ ഞാൻ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ വന്നോളാം, പക്ഷേ അതുവരെ ഞങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ പ്രൈവറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. പോലീസ് അത് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഈ സിറ്റുവേഷൻ അത്ര നല്ലതല്ലാന്ന് എനിക്കറിയാം, പക്ഷെ എന്നാലും ഞാൻ നിങ്ങളുടെ കൂടെ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിക്കുന്നു. ഈ ഒരു പ്രോമിസ് നിങ്ങൾ കീപ്പ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റേഷനിൽ വന്ന ശേഷം ഞാൻ നിങ്ങളുടെ കൂടെ ഫോട്ടോ എടുക്കാം എന്നാണ് സാവൻ അതിന് റിപ്ലൈ കൊടുക്കുന്നത്. ഇപ്പൊ സാവൻ ഹീജുവിനോട് അവൻ എങ്ങനെയാണ് അവിടെ എത്തിയത് എന്ന കാര്യം പറയുന്നുണ്ട്. അവൻ എന്ത് ധൈര്യം ഉണ്ടായിട്ട് അങ്ങനെയൊക്കെ ചെയ്തേ എന്ന് കിഡ്നാപ്പറെ പറ്റി പറഞ്ഞുകൊണ്ട് സാവൻ നിന്റെ അച്ഛനെ നമുക്ക് വേറൊരു നഴ്സിംഗ് ഹോമിലേക്ക് മാറ്റാം, ഇനി നിന്റെ അച്ഛന്റെ കാര്യം ആലോചിച്ച് നീ ടെൻഷൻ ആവണ്ട, ആ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നവൻ പറയുന്നു. ഇത് പറഞ്ഞു കഴിയുന്നതും ഒരു സൗണ്ട് കേട്ട് സാവൻ ഇതിപ്പോ എവിടുന്ന് ഇങ്ങനൊരു സൗണ്ട് എന്ന് കരുതി നോക്കുമ്പോ കാണുന്നതോ ഹീജു കരയുന്നതാണ്. നീ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്ന് സാവൻ ചോദിക്കുമ്പോഴാണ് അയ്യോ ഞാൻ ഇവന്റെ മുന്നിൽ നിന്നാണോ സൗണ്ട് ഉണ്ടാക്കിയേ എന്ന് ഹീജു ചിന്തിക്കുന്നത്. സാധാരണ ഒരു വൈഫ് കരയുമ്പോ ഹസ്ബൻഡിന് സങ്കടമല്ലേ വരാ, എന്നാൽ സാവന് സന്തോഷമാണ് വരുന്നത്. കാരണം എന്താ, 20 വർഷത്തോളമായിട്ട് ഹീജു ഒന്ന് മൂളുന്ന സൗണ്ട് പോലും നമ്മുടെ സാവൻ കേട്ടിട്ടില്ല. സംഭവം കരഞ്ഞിട്ടാണെങ്കിൽ കൂടെ ഇപ്പോഴാണ് ഹീജുവിന്റെ വായെന്ന് അവനൊരു ശബ്ദം കേൾക്കുന്നത്. അപ്പൊ പിന്നെ സന്തോഷിക്കുന്നതിൽ അവനെ തെറ്റു പറയാൻ പറ്റില്ലല്ലോ. ഹീജുവിന് ശബ്ദം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നവൻ സന്തോഷം അവനോട് തന്നെ പറയുവാണ്. നീ പോടാ, ഇനി ഞാൻ മിണ്ടില്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന ഹീജുവിന് കർച്ചീഫ് കൊടുത്ത് സാവോൻ നിന്നെ ഇപ്പൊ കാണാൻ നല്ല വൃത്തികേടായിട്ടുണ്ട് എന്ന് പറയുന്നു. ഞാൻ നിന്നോട് കരയരുത് എന്നല്ല പറയുന്നത്, നിനക്ക് വേണ്ട അത്രയും നീ കരഞ്ഞോ എന്ന് സാവോൻ പറയുന്നു. ഹീജു അത് കേൾക്കുന്നതും കരയുകയും ചെയ്യുന്നു. ഇവിടെ യൂരി അവൾ സ്ഥിരം കസ്റ്റമറായ ഒരു റെസ്റ്റോറന്റിലേക്ക് വന്നിരിക്കുവാണ്. അവിടെ വെച്ച് അപ്രതീക്ഷിതമായിട്ട് സംഗോനെ മീറ്റ് ചെയ്യുവാണ്. അവനെ കാണുന്നത് അവള് അയ്യോടാ നീ എന്നെ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നേ, കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് സൈറ്റ് വിസിറ്റ് ചെയ്യാൻ പോവല്ലേ എന്ന് ചോദിക്കുന്നു. എന്നാൽ അവന്റെ റിയാക്ഷൻ കണ്ട് നീ ഇത്ര സീരിയസ് ആവൊന്നും വേണ്ട, ഞാൻ ചുമ്മാ തമാശിച്ചതായിരുന്നു എന്ന് യൂരി പറയുന്നു. ഇപ്പൊ യൂരി ഹീജു അല്ലേ നിന്റെ സീക്രട്ട് ക്രഷ് എന്ന് ചോദിക്കുന്നു. അവനാണെന്നോ അല്ലെന്നോ പറയുന്നില്ല, എന്നാൽ അവന്റെ ആക്ഷൻ കണ്ട് ഹീജു തന്നെയാണ് എന്ന് യൂരിക്ക് മനസ്സിലാവുന്നു. സംഗുവും നീ എന്തുകൊണ്ടാ സാവോന്റെ ഫാനായേ എന്ന് ചോദിക്കുന്നു. യൂരി അവനോട് കാരണം എന്താണെന്ന് പറയുന്നു. സ്പോക്സ് പേഴ്സൺ ആവുന്നതിന്റെ മുന്നേ സാവൻ യൂരി വർക്ക് ചെയ്യുന്ന ന്യൂസ് സ്റ്റേഷനിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവളുടെ ട്രെയിനിങ്ങിന്റെ സമയത്ത് ഒരു ദിവസത്തെ മോർണിംഗ് ന്യൂസിൽ അവൾ പ്രിപ്പയർ ചെയ്യാത്തൊരു ഭാഗത്തു നിന്നും സാവൻ അവളോട് ചോദ്യം ചോദിക്കുവാണ്. അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ എന്താണോ ചെയ്യുക അത് തന്നെ അവളും ചെയ്തു. അവൾ നിന്ന് ബബബ അടിച്ചു. അത് സാവന് തീരെ ഇഷ്ടമായില്ല. അവൻ അവളെ അവിടെ തന്നെ നിർത്തി പൊരിച്ചെടുത്തു. പിന്നീട് ആകെ മൊത്തം കരഞ്ഞ് അലമ്പാക്കുന്ന യൂരിയെ സാവൻ തന്നെ നെക്സ്റ്റ് ഡേ തൊട്ട് ട്രെയിൻ ചെയ്യിക്കുവാണ്. ഇന്ന് അവളൊരു നല്ല ജേർണലിസ്റ്റ് ആയിട്ട് അതിന്റെ റീസൺ സാവോനാണ് കേട്ടോ. അങ്ങനെയാണ് യൂരി സാവോന്റെ ഒരു വലിയ ഫാൻ ആവുന്നത് കേട്ടോ. എന്നാൽ പെട്ടെന്നൊരു ദിവസം അവൻ അവന്റെ ജോലി റിസൈൻ ചെയ്യുകയും സ്പോക്സ് പേഴ്സൺ ആയിട്ട് ജോയിൻ ചെയ്യുകയും ചെയ്തു. കൂടെ തന്നെ മാരേജ് കഴിയുകയും ചെയ്തു. ഇതെല്ലാം യൂരി സാങ്വോനോട് പറയുന്നു. അവനാരെയാ കല്യാണം കഴിച്ചതെന്ന് സാങ്വോ ചോദിക്കുന്നു. അവള് ചുറ്റും ഒന്ന് നോക്കി ആരും കേൾക്കുന്നില്ല എന്ന് ഉറപ്പാക്കിയിട്ട് ചങ്മൂൺ ഡെയിലി ന്യൂസ് ചെയർമാന്റെ ആദ്യത്തെ മോളെ എന്ന് പറയുന്നു. ഇവിടെ ഇതേ സമയം ഹീജുവിനെ കൂട്ടി സാവൻ വന്നിരിക്കുന്നത് ഹോട്ടലിലേക്കാണ്. സാവന്റെ അച്ഛനെയും അമ്മയെയും മീറ്റ് ചെയ്യേണ്ട ദിവസമാണെന്ന്. അവരെ മീറ്റ് ചെയ്യുന്നതിന് മുന്നേ സാവൻ ഇപ്പോ ഹീജുവിനോട് സംസാരിക്കുവാണ്. നിനക്ക് അറിയുന്ന പോലെ തന്നെ ഈയിടെയായിട്ട് നമ്മളെ ആരോ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. നിന്റെ കാറ്, എന്റെ ഓഫീസ്, നിന്റെ അച്ഛന്റെ നഴ്സിംഗ് ഹോമിൽ ഇന്ന് സംഭവിച്ച ഇൻസിഡന്റ് അടക്കം എല്ലാം ഒരാൾ ചെയ്തതാണ്. ഇതുവരെ ഈ കാര്യത്തിൽ ഞാൻ പോലീസിന്റെ സഹായം ആവശ്യപ്പെട്ടിട്ടില്ല. എന്നാൽ ഇത് തുടർന്നുകൊണ്ട് പോകുവാണെങ്കിൽ എനിക്ക് എന്തായാലും പോലീസ് ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് ആവശ്യപ്പെടേണ്ടി വരും എന്ന് പറഞ്ഞ് അവളെ തനിക്ക് നേരെ ഫേസ് ടു ഫേസ് തിരിച്ചുകൊണ്ട് സാവോൻ പോലീസ് നിന്നെയും ചോദ്യം ചെയ്യും. കൂടുതൽ കാര്യങ്ങൾ നിന്നിൽ നിന്ന് അറിയാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. അത് സംഭവിക്കുന്നതിന് മുന്നേ നീ എന്തെങ്കിലും എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ടെങ്കിൽ അത് നീ എന്നോട് പറയണം എന്ന് പറയുന്നു. ഹീജുവിന്റെ പ്രതികരണം കണ്ട് അപ്പോ നീ എന്നിൽ നിന്നും എന്തോ മറയ്ക്കുന്നുണ്ട് എന്നത് ശരിയാണ് എന്ന് പറഞ്ഞ് സാവോൻ നിന്നെ ഫോഴ്സ് ചെയ്തുകൊണ്ട് എനിക്കത് പറയിപ്പിക്കാവുന്നതേ ഉള്ളൂ, എന്നാ ഞാനത് ചെയ്യില്ല. മറ്റൊരാളുടെ പേഴ്സണൽ ലൈഫിലേക്ക് കടന്നു കയറാൻ മാത്രം നമ്മൾ ക്ലോസ് അല്ലല്ലോ അല്ലെ എന്ന് പറയുന്നു. ഈ സമയത്ത് ഡോറിൽ നോക്ക് ചെയ്യുന്ന സൗണ്ട് കേട്ട് അവൻ അങ്ങോട്ട് പോകുന്നു. ഹീജുവിന് കഴിക്കാൻ വേണ്ടിയുള്ള ഫുഡ് ഓർഡർ ചെയ്തതായിരുന്നു അവൻ. ഇത് കഴിച്ച് നീ റെസ്റ്റ് എടുക്ക്, എന്നിട്ട് നീ താഴേക്ക് വന്നാൽ മതി, ആദ്യം ഞാൻ പൊക്കോളാം എന്ന് സാവൻ പറയുന്നു. ഹീജുവും അവന്റെ കൂടെ പോകാനുള്ള ഉദ്ദേശത്തിൽ വരുന്നത് കണ്ട് സാവൻ അവളെ പിടിച്ചു വെച്ച് നീ ഇപ്പോഴും ആ ഷോക്കിൽ നിന്ന് റിക്കവർ ആയിട്ടില്ല, പിന്നെ താഴത്തെ അവസ്ഥ എന്തായിരിക്കും എന്ന് നിനക്ക് അറിയുന്നത് തന്നെ അല്ലേ, സോ ഞാൻ പറയുന്നത് കേക്ക് എന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് പോകുന്നു. അവൻ അവക്ക് വേണ്ടി ഓർഡർ ചെയ്ത ഫുഡും കെയർ ചെയ്തുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് ഹീജു
ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയത് എനിക്കറിയാവുന്ന സാവൻ തന്നെ അല്ലേ എന്നാണ് ചിന്തിക്കുന്നത്. സാവനാണെങ്കിൽ പാരന്റ്സിനെ മീറ്റ് ചെയ്യാൻ വരുവാണ്. അവനെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട്. അവൻ റൂമിലേക്ക് എത്തുന്നതും അച്ഛൻ നീ എന്തോ ഒറ്റയ്ക്ക് വന്നേ, അവളെവിടെ എന്ന് ചോദിക്കുന്നു. അവക്ക് സുഖമില്ലാന്ന് സാവൻ പറയുന്നുണ്ട്. എന്നാ അച്ഛൻ അവളെ എന്തായാലും ഇങ്ങോട്ടേക്ക് വിളിച്ചു കൊണ്ടുവന്നേ പറ്റൂ എന്നാണ് പറയുന്നത്. എന്നാ അവനുണ്ടോ കേൾക്കുന്നേ, നിങ്ങൾക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാ പറഞ്ഞോ, എന്റെ കയ്യിൽ 1 മണിക്കൂർ മാത്രമേ ഇതിനു വേണ്ടി ചെലവഴിക്കാനുള്ളൂ എന്ന് പറയുന്നു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ പങ്കെടുക്കുന്ന ഒരു ഷോയിൽ സാവനോടുകൂടെ പങ്കെടുക്കണം എന്നാണ് അച്ഛൻ പറയുന്നത്. എന്നാ അവന് ഈ വക പരിപാടികളിലൊന്നും യാതൊരു താല്പര്യവും ഇല്ല. അവനത് കേട്ടിട്ട് ദേഷ്യമാണ് വരുന്നത്. കുറച്ച് കഴിയുന്നതും ഹീജുവും അങ്ങോട്ടേക്ക് വരുന്നു. അവള് വന്ന് ഇരിക്കുന്നതും സാവുവിന്റെ അച്ഛൻ ഓരോരുത്തരെ അവരെ പ്രൊമോട്ട് ചെയ്യിക്കാൻ വേണ്ടി മക്കളെയും മരുമക്കളെയും എന്തിനും പട്ടിയെയും പൂച്ചയും വരെ കൊണ്ടുവരും. എന്നാൽ നമ്മുടെ ഫാമിലിയിൽ എനിക്ക് പറഞ്ഞു നടക്കാൻ പറ്റുന്നത് ആകെ എന്റെ മകൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഹീജുവിനോട് ഇപ്പോഴും നിന്റെ ചേച്ചിയെ കുറിച്ചുള്ള വിവരമൊന്നുമില്ലേ എന്ന് ചോദിക്കുന്നു. ഇനി ആ കാര്യം ഇവിടെ സംസാരിക്കരുത് എന്ന് സാവുൻ പറയുന്നതും എനിക്ക് തോന്നുന്നത് ചെയർമാൻ നമ്മളെ പറ്റിച്ചതാണെന്നാണ്. ഈ സംഭവം നടക്കുന്നതിന് മുന്നും ആദ്യത്തെ മോളെ നമുക്ക് തരാൻ വേണ്ടിയിട്ട് അങ്ങേർക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇലക്ഷനിൽ ഞാൻ തോറ്റു പോകുന്നു കരുതിയിട്ടായിരിക്കും ഒന്നിനും കൊള്ളാത്ത ഒരുത്തിയെ സ്റ്റാൻഡിനായിട്ട് പറഞ്ഞയച്ചത് എന്ന് പറഞ്ഞ് സാവുന്റെ അച്ഛൻ വീണ്ടും ഹീജുവിനോട് സത്യത്തിൽ നിന്റെ പേർപ്പസ് എന്താ, നിന്നെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് അവളെ ആക്ഷേപിക്കുവാണ്. സാവുന്റെ അമ്മയും ഹീജുവും ഒന്നും മിണ്ടുന്നില്ല. അവനാണെങ്കിൽ നന്നായി ദേഷ്യവും വരുന്നുണ്ട്. അവനിപ്പോ എഴുന്നേറ്റ് പോയി ഡോറ് തുറക്കുന്നു. ഫ്ലോർ മാനേജർ ആണെന്ന് തോന്നുന്നു. അയാളിപ്പോ ഒരു ക്യാമറ സാവുന് കൊടുക്കുന്നു. ആ ക്യാമറ ഏത് ക്യാമറയാണെന്നറിയോ, നേരത്തെ സാവുൻ നടന്നു വരുന്ന സമയത്ത് ഒരാൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അയാൾ സാവുനെ ഫോളോ ചെയ്തത് വെറുതെ ഒന്നുമല്ല, ഫോട്ടോ എടുക്കാൻ വേണ്ടിയായിരുന്നു. അത് സാവൻ ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സാവൻ നേരെ പോയി ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ ക്യാമറ ഇവന്റെ കയ്യിലെത്തിയത്. സ്പോക്സ് പേഴ്സൺ സാവൻ ഡിന്നർ കഴിക്കാൻ വേണ്ടി അച്ഛനെ മീറ്റ് ചെയ്തു. സാവോനും ഇലക്ഷൻ ക്യാമ്പയിനിൽ പങ്കെടുക്കുവോ എന്ന് പറഞ്ഞ സാവൻ ആ ഒരു തലക്കെട്ടായിരുന്നു അച്ഛന് വേണ്ടിയിരുന്നത്. ഇതിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ എന്റെ തീരുമാനമാണ്. ഇതുപോലുള്ള കച്ചറ പരിപാടികൾ ഇനി ഒരിക്കലും ചെയ്യരുത് എന്ന് പറഞ്ഞ് ഹീജുവിനെ കൈപിടിച്ച് എഴുന്നേപ്പിച്ച് അവനവിടുന്ന് പോകാൻ നിൽക്കുവാണ്. ഇത് കാണുന്നതും അച്ഛന് ദേഷ്യം വരുന്നു. സാവോനെ ചീത്ത പിടിച്ചുകൊണ്ട് കുടിച്ചുകൊണ്ടിരുന്ന വൈനിന്റെ ഗ്ലാസ് അവർക്ക് നേരെ എറിയുന്നു. ഹീജുവിന്റെ നേരെയാണ് ആ ഗ്ലാസ് വരുന്നത് എന്ന് കാണുന്നതും സാവൻ പെട്ടെന്ന് തന്നെ അവളെ തിരിച്ചു നിർത്തി അവളെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അച്ഛന് കലി ഇളകിയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നതും അവൻ ഹീജുവിനെ തന്നെ പുറകിലേക്ക് നിർത്തുവാണ്. അവൻ എന്ത് പറ്റിയാലും കുഴപ്പമില്ല, അവക്കൊന്നും പറ്റരുത് എന്നുള്ളൊരു ചിന്താഗതിയിൽ അവനൊരു ഷീൽഡ് പോലെ നിൽക്കുന്നില്ലേ. ആഹാ എന്ത് രസമാണ് കാണാൻ. അച്ഛനാണെങ്കിൽ നേരെ അവന്റെ അടുത്തേക്ക് വന്ന് അവന്റെ സ്യൂട്ടിൽ പിടിച്ച് സാധാ ഈ ഈഗോ പിടിച്ച അച്ഛന്മാരെയൊക്കെ പോലെ തന്നെ നീ ആരാന്നാണ് നിന്റെ വിചാരം, നീ എന്റെ നിഴലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആ സമയത്ത് നീ ഇല്ലാതാവും, എന്നിട്ട് നിനക്കൊക്കെ എന്തൊരു അഹങ്കാരവാ എന്നും പറഞ്ഞ് വളവളാന്ന് പറയുന്നു. സാവനൊന്ന് സ്മൈൽ ചെയ്തുകൊണ്ട് ഓ അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ ഇപ്പോഴും നിങ്ങളുടെ നിഴലിൽ ഉണ്ട് എന്നാണോ എന്ന് ചോദിക്കുന്നു. അച്ഛന്റെ ദേഷ്യവും വാശിയും ഒക്കെ കണ്ട് സാവൻ കിഡ്നാപ്പറിന്റെ കാര്യം ആലോചിച്ചുകൊണ്ട് അച്ഛനോട് അത് അച്ഛനല്ലല്ലോ അല്ലേ, ഞാൻ നിങ്ങളുടെ വഴിക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തും ചെയ്യുമെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ചോദിക്കേണ്ടി വരുന്നത് എന്ന് പറയുന്നു. അച്ഛനാണെ കൂടുതൽ ദേഷ്യപ്പെടുവാണ് ചെയ്യുന്നത്. ഗ്രാൻഡ് ഫാദർ കാരണമാണ് അച്ഛൻ സ്ഥാനാർത്ഥിയായെങ്കിലും ഇരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ നോക്ക്. ഈ ചെറിയ കുട്ടികളെയൊക്കെ പോലെ വാശി പിടിച്ച് നിൽക്കുവല്ല വേണ്ടേ, അച്ഛനെ പുഷ് ചെയ്ത് തരാൻ വേണ്ടി എന്നോട് ചോദിക്കുകയും ചെയ്യരുത് എന്ന് സാവൻ പറയുന്നു. ഇത് കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെന്ന് സാവന്റെ അമ്മയ്ക്ക് മനസ്സിലാവുന്നു. നിനക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞോ എന്ന് അച്ഛൻ ചോദിക്കുന്നു. അതെ കഴിഞ്ഞിട്ടുണ്ട്, ഇനി ഞാൻ പോകുവാണ് എന്ന് പറഞ്ഞ സാവൻ ഹീജുവിന്റെ കൈയും പിടിച്ച് ആ റൂമിൽ നിന്ന് പുറത്തേക്ക് കിടക്കുകയും ചെയ്യുന്നു. ലിഫ്റ്റിൽ കയറിയതിനു ശേഷം ഹീജു അവന്റെ കൈ പിടിക്കാൻ നോക്കുന്നുണ്ട്. സാവൻ അതിന് സമ്മതിക്കാതെ നിനക്ക് എന്നെ ഡിവോഴ്സ് ചെയ്യാനായിരിക്കും ആഗ്രഹം എന്ന് എനിക്കറിയാം, മിസ്സിംഗ് ആയി നിന്റെ ചേച്ചിക്ക് പകരമാണ് നിനക്ക് ഈ കല്യാണത്തിന് സമ്മതിക്കേണ്ടി വന്നത്. എന്റെ അച്ഛനും അമ്മയും ഒക്കെ എന്ത് നോൺസെൻസ് വിളിച്ചു പറഞ്ഞാലും സംസാരിക്കാൻ കഴിയാത്തത് കാരണം നിനക്ക് നിന്നെ ഒന്ന് ഡിഫെൻഡ് ചെയ്യാൻ പോലും പറ്റില്ല എന്ന് അവൻ പറയുന്നു. ഈ സമയത്ത് ഹീജു വീണ്ടും കൈയഴിക്കാൻ നോക്കുന്നു. സാവൻ വീണ്ടും മുറുക്കി പിടിക്കുകയും ചെയ്യുന്നു. സ്വന്തം മക്കളെ വരെ ഈസി ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ കഴിയുന്ന ആളുകളാണ് അവര്, അതുകൊണ്ട് തന്നെ അവർ എന്ത് പറഞ്ഞാലും നീ അത് കാര്യമാക്കി എടുക്കണ്ട എന്ന് സാവൻ ഇമോഷണൽ ആയിക്കൊണ്ട് പറയുന്നു. ഹീജുവിനെ ഇൻസൾട്ട് ചെയ്തതും സംഭവിച്ച കാര്യങ്ങളും എല്ലാം അവനെ നന്നായിട്ട് വിഷമത്തിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ അവര് അവരുടെ അപ്പാർട്ട്മെന്റിന്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. ദോജെ കോൾ ചെയ്യുന്നത് കാരണം സാവൻ ഹീജുവിനോട് പൊക്കോളാൻ പറയുന്നു. കോൾ അറ്റൻഡ് ചെയ്യുന്നതും ദോജെ നഴ്സിംഗ് ഹോം കേസിന്റെ ചാർജുള്ള ആ പോലീസില്ലേ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അത് ആനിമൽ ബ്ലഡ് ആണ്, പിന്നെ ആ പല്ല് ഫേക്കും ആണ് എന്ന് പറയുന്നു. സാവൻ ഓക്കെ പറഞ്ഞ് എനിക്ക് പേഴ്സണൽ ആയിട്ട് ഒരു റിക്വസ്റ്റ് കൂടെ ഉണ്ട് എന്ന് ദോജയോട് പറയുന്നു. ഇവിടെ ഹീജു വീട്ടിലേക്ക് എത്തുന്നതും കിഡ്നാപ്പർ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് അവർക്ക് ഓർമ്മ വരുന്നു. ഇനി ഈ ഫോൺ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് സേഫ് അല്ലാന്ന് തോന്നി ഹീജു ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ ആ ഫോൺ പൊതിഞ്ഞ് വേസ്റ്റ് ബിന്നിലേക്ക് ഇടുന്നു. ഇതിവിടെ കിടന്ന് ശരിയാവില്ല എന്ന് തോന്നി ആ കവർ എടുത്ത് അവൾ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് സാവൻ അങ്ങോട്ടേക്ക് വരുന്നത്. നീ വേസ്റ്റ് കളയാൻ പോകുവാണോ, അത് തന്നേക്ക് ഞാൻ കൊണ്ട് കളഞ്ഞേക്കാം എന്ന് പറഞ്ഞ് സാവൻ ആ കവർ വാങ്ങുന്നു. വാങ്ങിന്ന് പറയാൻ പറ്റില്ല, വാങ്ങാൻ നോക്കുന്നു. അങ്ങനെ പറയാൻ കാരണം എന്താ, ഹീജു അത് കൊടുക്കുന്നില്ല. അവനത് വലിക്കുന്നു, ഹീജു തിരിച്ചും വലിക്കുന്നു. ഇവിടെ നിന്നെ വേസ്റ്റിന് വേണ്ടി അടി ഉണ്ടാക്കുന്നേ എന്ന് കരുതി ആ കവർ വലിക്കുവാണ് സാവൻ. എന്നെ കൊന്നാലും ഈ കവർ ഞാൻ തരില്ല എന്നുള്ള വാശിയിലാണ് ഹീജു. ഈ വേസ്റ്റിന് വേണ്ടിയുള്ള ഈ അടിപിടി നടക്കുന്നതിന്റെ ഇടയിൽ അവളുടെ ഫോൺ റിങ് ചെയ്യുന്നു. അതായത് അവളുടെ ഫോൺ കേട്ടോ, കിഡ്നാപ്പറിന്റെ അല്ല. ഫോൺ റിങ് ചെയ്യുന്ന സൗണ്ട് ആയിട്ട് സാവന്റെ
ശ്രദ്ധ മാറുന്നതും ഹീജു ആ കവർ കൊണ്ട് അവളുടെ റൂമിലേക്ക് തന്നെ പോകുന്നു. ഹീജുവിന്റെ വേസ്റ്റിനോടുള്ള സ്നേഹം കണ്ട് സാവോൻ ഞെട്ടി നിൽക്കുവാണ്. ഇപ്പൊ ഹീജു കോൾ അറ്റൻഡ് ചെയ്യുന്നു. അവളുടെ സെന്ററിലെ കൊളീഗ്സ് ആയിരുന്നു അവളെ വിളിച്ചത്. പ്രസിഡൻഷ്യൽ ഓഫീസിലേക്ക് ഒരു സൈൻ ലാംഗ്വേജ് ഇന്റർപ്രറ്ററിന്റെ ഇന്റർവ്യൂവിന് പോവാന്ന് പറയുന്നത് അത്ര നിസാര സംഭവമൊന്നും അല്ലല്ലോ. സോ അവളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വിളിച്ചതായിരുന്നു. അവൾ അവരോട് താങ്ക്സ് പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നതും സാവോനും അവളോട് നീ പാസ്സാവെന്ന് പറഞ്ഞ് വിഷ് ചെയ്യുന്നു. ഹീജു ഞാൻ പാസ്സായി എന്ന് തന്നെ വെക്ക്, അത് കഴിഞ്ഞിട്ടോ എന്ന് ചോദിക്കുന്നു. അവൻ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുവാണ്. നമ്മൾ ഈ കാര്യം മുന്നേ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്, ഞാൻ നിന്റെ കൂടെ വർക്ക് ചെയ്യുവാണെന്ന് നമ്മുടെ ഫാമിലി അറിഞ്ഞാൽ എന്ന് പറഞ്ഞ് അവൾ ടൈപ്പ് ചെയ്യുന്നത് കണ്ട് സാവോൻ അനുസരണയുള്ള ഒരു കുട്ടിയായി ഇനിയും എത്ര കാലം ജീവിക്കാനാ നീ ഉദ്ദേശിക്കുന്നത്? നീ എന്ത് ചെയ്യണം എന്നുള്ളത് മറ്റുള്ളവരല്ല നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ട് കേട്ട് നിനക്ക് മടുത്തില്ലേ? നിനക്ക് സ്വന്തമായിട്ട് ഒന്നും ചെയ്യണമെന്ന് നിനക്ക് ഇതുവരെ തോന്നിയിട്ടില്ലേ? മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു കരുതി നിന്റെ താല്പര്യങ്ങൾ ഒരിക്കലും നീ വേണ്ടാന്ന് വെക്കരുത്. നിനക്ക് എന്താണോ ചെയ്യേണ്ടത് അത് നീ ചെയ്യേ എന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് പോകുന്നു. ഹീജു അവന്റെ കൈ പിടിച്ച് നിർത്തി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ജോബ് കിട്ടിയതിനു ശേഷം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ നീ എങ്ങനെ പരിഹരിക്കും എന്നോട് ഇരുന്ന് ആലോചിച്ച് വെച്ചേക്ക് എന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോകുന്നു. സാവോൻ അത് കണ്ട് സ്മൈൽ ചെയ്യുകയും ചെയ്യുന്നു. തന്റെ റൂമിലേക്ക് വരുന്ന സാവോന് ദോജ മെസ്സേജ് ചെയ്യുന്നു. നേരത്തെ സാവോൻ ദോജയോട് ഒരു ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അത് ആക്ച്വലി ഹീജുവിന്റെ അച്ഛനെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു പുതിയ നഴ്സിംഗ് ഹോം കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. ദോജ നഴ്സിംഗ് ഹോം കണ്ടുപിടിച്ചിട്ടുണ്ട്. സാവോൻ അച്ഛനെ മാറ്റാൻ വേണ്ട ബാക്കി പ്രൊസീജിയർ ചെയ്യാനും പറയുന്നുണ്ട്. നെക്സ്റ്റ് ഹീജു ഇന്റർവ്യൂവിന് വന്നിരിക്കുവാണ്. ഒരു ബ്രീഫിംഗ് വീഡിയോ സ്ക്രീനിൽ കാണിക്കും. ആ വീഡിയോ നോക്കിക്കൊണ്ട് എത്രത്തോളം സ്പീഡിൽ അവൾക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സ്പീഡിൽ ആ ബ്രീഫിംഗിൽ എന്താ പറയുന്നത് എന്നുള്ളത് അവൾ സൈൻ ലാംഗ്വേജിൽ കാണിക്കണം. ഇൻസ്ട്രക്ഷൻസ് ഒക്കെ മിസ്റ്റർ കാങ് പറയുന്നുണ്ട്. ഇപ്പോ ഹീജുവിനെ വിളിക്കുന്നു. അവൾ അവളുടെ പൊസിഷനിൽ നിൽക്കുന്നു. സ്ക്രീൻ ഓൺ ചെയ്യുന്നതും സാവോന്റെ ഒരു ബ്രീഫിംഗ് ആണ് കാണുന്നത്. സാവോൻ ഇട്ടിരിക്കുന്ന സ്യൂട്ട് നോക്കിക്കൊണ്ട് അത് ഏത് ബ്രീഫിംഗ് ആണ് എന്ന് അവൾക്ക് മനസ്സിലാവുന്നു. അവൾ തന്നെ പണി തുടങ്ങുന്നു. ഇത് തന്റെ മോണിറ്ററിലൂടെ സാവോനും കാണുന്നുണ്ട് കേട്ടോ. അവൻ ആദ്യം അത് കാഷ്വൽ ആയിട്ടിരുന്ന് കണ്ടെങ്കിലും പിന്നീട് ഒരു തരം സംശയത്തോടെയാണ് അവൻ നോക്കുന്നത്. കുറച്ച് കഴിയുന്നതും മിസ്റ്റർ കാങ്ങിന് ഒരു കോള് വരുന്നു. ആ കോള് തീരുന്നതും മിസ്റ്റർ കാങ് അവിടെ ഇന്റർവ്യൂ ചെയ്യാനിരിക്കുന്നവരുണ്ടാവില്ലേ അവരുടെ അടുത്ത് പോയി എന്തോ പറയുന്നുണ്ട്. എന്താ പറഞ്ഞതെന്നറിയോ? ഇനിയാണത് കാണിക്കുന്നത്. അങ്ങോട്ടേക്ക് സാവോൻ വരുന്നുണ്ട്. അത് തന്നെ സാവോനെ കണ്ട് ഇന്റർവ്യൂ ചെയ്യാൻ ഇനി ബാക്കിയുള്ളവരില്ലേ അവരാകെ ഞെട്ടിധരിച്ച് നോക്കി നിൽക്കുവാണ്. ഇപ്പൊ അവൻ ആ റൂമിലേക്ക് വന്ന് ഇരിക്കുന്നതും വിളിക്കുന്നത് കാൻഡിഡേറ്റ് ആയ ഹീജുവിനെയാണ്. എനിക്ക് നിന്നോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്, സത്യസന്ധമായിട്ട് ആൻസർ പറയണം എന്ന് സാവോൻ പറയുന്നു. ഹീജു അതിന് തലയാട്ടുന്നു. ഈ സ്ക്രിപ്റ്റ് ആയിരിക്കും തരുന്നത് എന്ന് നിനക്ക് മുന്നേ അറിയാമായിരുന്നോ? ഒരേ സമയത്ത് നടന്ന ഒരു ഇന്റർപ്രിറ്റേഷൻ ആയിരുന്നില്ല ഇപ്പൊ ഞാൻ കണ്ടത്. ചില സമയത്ത് ഞാൻ സംസാരിക്കാൻ തുടങ്ങുന്നതിന്റെ മുന്നേ തന്നെ നീ സൈൻ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളതാണ്. അത് എങ്ങനെയാ നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയത് എന്ന് സാവോൻ ചോദിക്കുന്നു. ഞാൻ ഈ വീഡിയോസ് വെച്ചായിരുന്നു പ്രാക്ടീസ് ചെയ്തത് എന്ന് ഹീജു പറയുന്നു. ഇവൾ ഈ സൈൻ ലാംഗ്വേജിൽ കാണിക്കുന്ന കാര്യങ്ങളില്ലേ ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് സാവോനോട് പറയുന്നത് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്ന ഒരാളാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ വേറൊരു വീഡിയോ വെച്ച് നിന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്ന് സാവോൻ ചോദിക്കുന്നു. ഹീജു യെസ് പറയുന്നു. ഇപ്പൊ വേറെ വീഡിയോ ഇടുന്നു. ഹീജു പെട്ടെന്ന് അത് ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. സോ സാവോൻ വേറെ വീഡിയോ ഇടാൻ മിസ്റ്റർ കാങ്ങിനോട് പറയുന്നു. വീഡിയോസ് എത്ര തന്നെ മാറ്റി നോക്കിയിട്ടും നേരത്തെ സെയിം അവസ്ഥയാണ്. ഹീജു സ്പീഡിൽ അത് സൈൻ ലാംഗ്വേജിൽ കാണിക്കുന്നുണ്ട്. അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കൺഫ്യൂഷനും അത്ഭുതവും ഒക്കെയാണ്. ഇത് തന്നെയാണ് എല്ലാ വീഡിയോസിനും അവസ്ഥ എന്ന് കണ്ട് സാവോൻ ഈ വീഡിയോസ് ഒക്കെ വെച്ചിട്ടാണോ നീ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നേ എന്ന് ചോദിക്കുന്നു. അതെ, ഏത് വീഡിയോ കാണിച്ചാലും ഫലം ഇത് തന്നെയായിരിക്കും എന്ന് ഹീജു പറയുന്നു. അപ്പൊ നീ എല്ലാം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. ഇതൊക്കെ റാൻഡം ആയിട്ട് ചൂസ് ചെയ്ത വീഡിയോസ് ആണ്. വർഷം ആയിക്കോട്ടെ കണ്ടന്റ് ആയിക്കോട്ടെ എല്ലാം വേറെ വേറെയാണ്. പക്ഷേ എല്ലാ വീഡിയോസിലും നിന്റെ കൈ മൂവ് ചെയ്യുന്നത് എന്റെ വോയിസിന്റെ അതേ സ്പീഡിലാണ്. ഇത് കോയിൻസിഡൻസ് ആണെന്ന് പറയാൻ പറ്റുമോ? ഒന്നോ രണ്ടോ തവണയാണെങ്കിൽ പോട്ടേന്ന് വെക്കായിരുന്നു. ഇത് അങ്ങനെയല്ലല്ലോ എന്ന് സാവോൻ പറയുന്നു. ഹീജു ഇപ്പോ എന്തോ ഒന്ന് ആംഗ്യഭാഷയിൽ കാണിക്കുന്നു. ഇന്റർവ്യൂ ചെയ്യുന്ന ലേഡി ഹീജു എന്താണ് പറഞ്ഞത് എന്ന് സാവോനോട് പറയുന്നതും സാവോൻ ഹീജുവിനോട് നീ എന്താ ഇപ്പൊ പറഞ്ഞേ എന്ന് ചോദിക്കുന്നു. അവള് വീണ്ടും ആ സെയിം സൈൻ കാണിക്കുവാണ്. ആ ലേഡി ഞാൻ പറഞ്ഞില്ല എനിക്ക് പ്രാന്തായതുകൊണ്ടാണെന്ന് എന്ന് ഹീജു പറഞ്ഞ കാര്യം ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയുന്നു. ഈ ഒരു ഉത്തരം കേട്ട് മിസ്റ്റർ കാങ്ങും മറ്റ് സ്റ്റാഫ്സും എല്ലാം ചിരിക്കുവാണ്. ഹീജു സാവോനോട് നിങ്ങളുടെ വീഡിയോസ് വെച്ച് ഞാൻ അത്രയും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സംസാരിക്കുന്ന സമയത്തും സംസാരം നിർത്താൻ പോകുന്ന സമയത്തും എല്ലാം നിങ്ങളുടെ വായ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്ന് ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. നിങ്ങളുടെ നാവ് അനങ്ങുന്ന സമയത്ത് നിങ്ങൾ അടുത്തത് ഏത് കോൺസണന്റ് ആയിരിക്കും പറയാൻ പോകുക എന്ന് എനിക്ക് പറയാൻ പറ്റും എന്ന് പറയുന്നു. സാവോൻ അതായത് ഞാൻ സംസാരിക്കാൻ തുടങ്ങുമ്പോഴേ നീ അത് എന്തായിരിക്കും എന്ന് പ്രെഡിക്റ്റ് ചെയ്യും, എന്നിട്ട് നിന്റെ കൈ മൂവ് ചെയ്യാൻ തുടങ്ങും, അതല്ലേ? നീ അത്രയ്ക്ക് ഒബ്സസീവായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നു. അവൾ അതേന്ന് പറയുന്നു. സാവോൻ പക്ഷേ നിനക്ക് ഒട്ടും സംസാരിക്കാൻ പറ്റില്ലേ? നിനക്ക് ഈ ഓഫർ കിട്ടിയാൽ നീ എങ്ങനെയാ സ്പോക്സ് പേഴ്സന്റെ ടീമിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ആ ഒരു ക്വസ്റ്റ്യൻ കേൾക്കുന്നതും മിസ്റ്റർ കാങ് ദോജയ്ക്ക് മെസ്സേജ് അയക്കുന്നു. എന്താണെന്നൊന്നും അറിയാൻ പാടില്ല, പക്ഷേ ഇത് ഫിക്സ് ചെയ്ത പോലെ ഉണ്ട്, എന്തായാലും നല്ല സമയം എടുക്കും എന്നാണ് അയച്ച മെസ്സേജ്. ഹീജു നിങ്ങൾക്ക് സൈൻ ലാംഗ്വേജ് യൂസ് ചെയ്യാൻ അറിയോ? ഇല്ലെങ്കിൽ എനിക്ക് പഠിപ്പിച്ചു തരാൻ പറ്റും. ഇന്റർപ്രറ്റേഴ്സ് നിങ്ങൾ പറയുന്ന മെസ്സേജ് പ്രോപ്പർ ആയിട്ടാണോ ആളുകളിലേക്ക് എത്തിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങളും സൈൻ ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. എന്തെങ്കിലും പ്രശ്നം തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് കറക്റ്റ് ചെയ്യാനും പറ്റും. സൈൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സംഭവമൊന്നും അല്ല. അത് പഠിച്ചാൽ ഞാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരു പ്രശ്നമായിട്ട് വരികയില്ല എന്നവള് പറയുന്നു. മിസ്റ്റർ കാങ്ങിന് ആ ഒരു ഐഡിയ നല്ല ഇഷ്ടമാവുന്നു. നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞ് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞ സാവോൻ
എനിക്ക് വേറൊരു കാര്യം കൂടി ടെസ്റ്റ് ചെയ്യാനുണ്ട് എന്ന് പറയുന്നു. അത് വേറൊന്നുമല്ല, ഇതിനു മുന്നേ അവൾ കാണാത്തൊരു ഡോക്യുമെന്റ് അവൻ വായിക്കും. അത് ഹീജു ഓൺ ദി സ്പോട്ടിൽ സൈൻ ലാംഗ്വേജിൽ കാണിക്കണം. അതാണ് ടെസ്റ്റ്. ഇപ്പൊ സാവൻ സംസാരിക്കുന്നു. കപ്പിൾസ് ഡേ എന്ന് പറയുന്നത് വിവാഹബന്ധത്തിന്റെ ഇമ്പോർട്ടൻസ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദിനമാണ്. നല്ലൊരു കുടുംബം നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ എൻകറേജ് ചെയ്യുന്ന ഒരു ദിവസം. ഇപ്പോ ഇവിടെ ഒരു കപ്പിൾ ഉണ്ട്. അവര് രണ്ടുപേരും പരസ്പരം തുറന്ന് സംസാരിക്കാൻ കഴിയാത്ത രീതിയിലാണ് വളർന്നത്. അവർ കൂടുതൽ ഹോണസ്റ്റ് ആവുകയും ശരിക്കുള്ള ഫീലിംഗ്സ് കാണിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അവരുടെ ജീവിതം വ്യത്യസ്തമാവുമായിരുന്നു. ഇനി അവർ അതിനുവേണ്ടി ശ്രമിച്ച ഒരു സാധാരണ ദമ്പതിമാരെ പോലെ അവർക്ക് ഇനി ജീവിക്കാൻ പറ്റുമോ? പക്ഷെ ഇന്ന് വരെ മറ്റേയാളുടെ മനസ്സിൽ എന്താണുള്ളതെന്ന് റീഡ് ചെയ്യാൻ അവർ ഇന്നേ വരെ ശ്രമിച്ചിട്ടില്ല. ഐറണി എന്താന്ന് വെച്ചാൽ അവരുടെ രണ്ടുപേരുടെയും സ്വഭാവം ഒരുപോലെയാണ് എന്ന് സാവൻ പറയുന്നു. അവൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവരെ കുറിച്ച് തന്നെ ആയിരുന്നു എന്ന് സാവനും ഹീജുവിനും അറിയാം. അവന്റെ ശബ്ദത്തിനനുസരിച്ച് ഹീജു അതെല്ലാം ആംഗ്യ ഭാഷയിൽ കാണിക്കുകയും ചെയ്തതാണ്. അവളെ ഇന്റർവ്യൂ ചെയ്തു കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് വരുന്ന സാവന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും എന്നേക്കാൾ ബെറ്റർ ആയിട്ട് ആരും ഉണ്ടാവില്ല എന്ന് ഹീജു അന്ന് അവനോട് പറഞ്ഞതിന്റെ കാരണം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. നീ എന്താ ചിന്തിക്കുന്നത്, എന്താ പറയാൻ പോകുന്നത് എന്ന് എനിക്ക് പറയാൻ പറ്റും എന്ന് അവൾ പറഞ്ഞതിന്റെ കാരണം അവൾ അത്രയ്ക്ക് പ്രാക്ടീസ് ചെയ്തതുകൊണ്ടാണ്. അവന്റെ സംസാരത്തിൽ അവൾ അത്രത്തോളം ഒബ്സസീവ് ആയിരുന്നു എന്ന് ആലോചിച്ച് അവന് നല്ല ഹാപ്പി ആവുന്നു. നെക്സ്റ്റ് സീനിൽ എയർപോർട്ടിലൂടെ ഒരാൾ നടന്നു വരുന്നതാണ് കാണിക്കുന്നത്. അത് ആരാണെന്നറിയോ? ഹീജുവിന്റെ ചേച്ചി, അതായത് ഈന. സാവൻ കല്യാണം കഴിക്കേണ്ടിയിരുന്ന ആ ഈന തന്നെ. ഇത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചത് എന്തായിരുന്നു എന്നറിയോ? നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നേ എന്നായിരുന്നു. പക്ഷേ കഥ മുന്നോട്ട് പോണ്ടേ? ഓക്കെ, അപ്പോ ഇവിടെ ഹീജുവിന്റെ അച്ഛനെ നഴ്സിംഗ് ഹോം മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഹീജു അച്ഛനെ കാണാൻ വേണ്ടി പുതിയ നഴ്സിംഗ് ഹോമിലേക്ക് വന്നിരിക്കുവാണ്. അവിടെ ടവലും പെർഫ്യൂംസും അടക്കം വേറെയും സാധനങ്ങൾ ഇരിക്കുന്ന കണ്ട് ഹീജു ഇതാരെ ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് ചോദിക്കുന്നു. അച്ഛൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട, എന്ത് സംഭവിച്ചാലും ഞാൻ നിങ്ങളെയും ഹീജുവിനെയും പ്രൊട്ടക്ട് ചെയ്തിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ അവളോടുത്ത് ഫ്രൂട്ട് കഴിക്കുന്നത് കണ്ട് അത് സാവൻ പറഞ്ഞതാണ് എന്ന് ഹീജുവിന് മനസ്സിലാവുന്നു. സാവൻ വന്ന കാര്യം അറിഞ്ഞ് ഹീജു വാമാണ് എന്നാ കോൾഡുമാണ്, ഹാർഷാണ് എന്നാ പാവമാണ്. എനിക്ക് അവനെ മനസ്സിലാക്കാനേ പറ്റുന്നില്ല. ഞാൻ വിചാരിച്ചത് എനിക്ക് അവനെ നന്നായിട്ട് അറിയുമായിരിക്കും എന്നാ എനിക്ക് അറിയില്ല എന്നവള് പറയുന്നു. ഇവിടെ മിസ്റ്റർ കാങ് ഇന്റർപ്രിറ്റേഴ്സിന്റെ ലിസ്റ്റ് സാവോന് കൊടുക്കുന്നു. കൂടെ തന്നെ നേരത്തെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത ഹീജു ഇല്ലേ, അവരുടെ കാര്യത്തിൽ നിങ്ങൾ ഓക്കെ ആണോ അല്ലയോ എന്ന് ചോദിക്കുന്നു. അതെന്തിനാ ഇപ്പൊ താൻ ചോദിക്കുന്നേ എന്ന് സാവോൻ ചോദിക്കുന്നു. ആക്ച്വലി മിസ്റ്റർ കാങ്ങിന് മാത്രമല്ല മറ്റുള്ളവർക്കും ഈ കാര്യം അറിയാൻ നല്ല ആഗ്രഹമുണ്ട്. അവര് ഹീജുവിന് കിട്ടുവോ കിട്ടില്ലയോ എന്നുള്ള കാര്യത്തിൽ ബെറ്റ് വരെ വെച്ചിട്ടിരിക്കുവാണ്. അവന്റെ അടുത്തുനിന്ന് ഉത്തരം കിട്ടില്ല എന്ന് മനസ്സിലാക്കി അവിടുന്ന് പോകാൻ നിൽക്കുന്ന മിസ്റ്റർ കാങ് സാവനോട് എന്തായാലും എനിക്ക് അവളെ ഇഷ്ടമായി. ഹീജു നിങ്ങളെ കുറിച്ച് ഒത്തിരി താല്പര്യത്തോടെ ഇരുന്ന് പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു പോകുന്നു. എനിക്കും അവളെ ഇഷ്ടമായിട്ടുണ്ട് എന്ന് സാവനും പറയുന്നു. ഇതൊന്നും അവൻ അവളോട് നേരിട്ട് പറഞ്ഞൂടെ? ഇങ്ങനെ പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളേ? ഇപ്പൊ സാവൻ മിസ്റ്റർ കാങ് കൊടുത്ത ലിസ്റ്റിലുള്ള ഹീജുവിന്റെ ഡീറ്റെയിൽസ് നോക്കി പഴയ കാര്യങ്ങൾ ആലോചിക്കുവാണ്. ഇവൻ ചെറുതായിരിക്കുന്ന സമയത്ത് നടന്ന ഒരു പാർട്ടിയുടെ കാര്യമാണ് അവൻ ആലോചിക്കുന്നത്. അവിടെ കഴിക്കാനായിട്ടുണ്ടായിരുന്നത് ഫിഷ് ആയിരുന്നത് കാരണം അത് കഴിക്കാതെ അവിടെ നിന്ന് മാറി നിന്ന സാവന് അവന്റെ അമ്മ ഫുഡ് കൊണ്ട് കൊടുക്കുന്നു. അവൻ കഴിക്കാതെ മാറ്റി വെച്ച അതേ പ്ലേറ്റിലെ ഫുഡ് കൊടുത്തുകൊണ്ട് അമ്മ എന്റെ മകൻ ഫിഷ് ഇഷ്ടമാണ് എന്ന് പറയുന്നു. ഒട്ടും ഇഷ്ടമില്ലാതിരുന്നിട്ട് കൂടെ അവനത് കഴിക്കേണ്ടി വരുന്നു. കഴിക്കുന്നില്ല, അമ്മ പോകുന്നതും അത് തുപ്പിക്കളയുന്നു. അവന്റെ അമ്മ അവനെ കഴിക്കാൻ നിർബന്ധിക്കുകയായിരുന്നു ചെയ്തതെങ്കിൽ ഹീജുവിന്റെ അമ്മ അവളോടൊന്നും കഴിക്കരുത് എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിന്റെ ചേച്ചി ഒന്നും കഴിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ നീയും ഒന്നും കഴിച്ചു പോരുത് എന്നാണ് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം സാവൻ കാണുന്നുണ്ടായിരുന്നു. വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഹീജു മറ്റൊരാൾ കഴിച്ച ഫുഡിന്റെ ബാക്കി എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് സാവൻ അവക്ക് അവന്റെ ഫുഡ് കൊടുക്കുന്നു. അവളത് ഒരുപാട് ഇഷ്ടത്തോടെ കഴിക്കുന്നത് കണ്ട് സാവൻ ഹാപ്പി ആവുന്നു. അവൻ അവളോട് പേര് ചോദിക്കുന്ന സമയത്ത് അവന്റെ കയ്യിലായിരുന്നു ഹീജു പേരെഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്റെ ഒരു അനുമാനം ശരിയാണെങ്കിൽ അപ്പോഴായിരിക്കും അവർ ആദ്യമായിട്ട് കണ്ടിട്ടുണ്ടാവുക. ആ കുട്ടിയായിരുന്ന ഹീജു ആണല്ലോ ഇപ്പൊ ഇത്രയും വളർന്നത് എന്ന് സാവൻ ഓർക്കുന്നു. അപ്പൊ അവനും വളർന്നിട്ടുണ്ടല്ലോ, എന്നിട്ടെന്താ അവനെ ഓർക്കാത്തെ? അത് സാരമില്ല, അവന്റെ കാര്യം ഓർക്കാനല്ലേ നമ്മളൊക്കെ ഇവിടെയല്ലേ. ഈ സമയത്ത് അച്ഛനെ നഴ്സിംഗ് ഹോം മാറ്റിയതിൽ താങ്ക്സ് പറഞ്ഞ് ഹീജു അവന് മെസ്സേജ് ചെയ്യുന്നു. അവനത് പെട്ടെന്ന് തന്നെ വായിച്ച സന്തോഷത്തിൽ ഫോൺ എടുത്ത് വെക്കാൻ നിൽക്കുന്ന ഹീജുവിന് ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു. ഈന ഒരു പോസ്റ്റ് ഇട്ടതിന്റെ നോട്ടിഫിക്കേഷൻ ആണ്. അതെടുത്ത് നോക്കുന്ന ഹീജുവിന് ഈന കൊറിയയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നു. ഹീജു അവളുടെ വെഡിങ് റിംഗ് എടുത്ത് നോക്കുന്നു. ആ വെഡിങ് റിംഗ് ഇട്ടു കൊടുത്തതിന് ശേഷം സാവൻ നീ ഇത് സൂക്ഷിച്ചെടുത്ത് വെക്കണം, ശരിക്കുള്ള ഓണർ തിരിച്ചു വരുവാണെങ്കിൽ നിനക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരും എന്നായിരുന്നു അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് ഓർത്തുകൊണ്ട് ഹീജു ഉടനെ തന്നെ അവൾ കളയാൻ പോയ കിഡ്നാപ്പറുടെ ഫോണില്ലേ അത് ആ വേസ്റ്റ് ബിന്നിന്ന് എടുക്കുന്നു. 10 മണിയാവുന്നതും സാവനെ വിളിച്ച് അവൾ സംസാരിക്കാൻ തുടങ്ങുവാണ്. നീ ഹീജുവിനെ ഒഴിവാക്കിയാ എനിക്ക് എന്താ കിട്ടുക എന്ന് നീ നേരത്തെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഞാൻ അതിന്റെ ഉത്തരം പറയാം. ഈനയ്ക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഒരു പ്ലേസ് വേണം. നിനക്കും നിന്റെ ഫാമിലിക്കും ആദ്യമേ വേണ്ടിയിരുന്നത് ഈനയെ തന്നെ ആയിരുന്നല്ലോ. നിങ്ങൾക്ക് തട്ടിക്കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാവ മാത്രമായിരുന്നില്ലേ ഹീജു? ഈന തിരിച്ചു വന്ന കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതിന് മുന്നേ ഹീജുവിനെ ഒഴിവാക്കുന്നത് തന്നെയല്ലേ നല്ലത് എന്ന് ഹീജു ചോദിക്കുന്നതും സാവൻ നിനക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ കാറിൽ നിന്ന് ഇറങ്ങുന്നു. ഞാൻ ഒരിക്കൽ മാത്രമേ ഈ കാര്യം പറയുള്ളൂ, സോ നന്നായിട്ട് കേട്ടോ. കല്യാണത്തിന് മുന്നേ ആണ് ഈനെ പോയത് എന്ന് നിനക്കറിയാലോ. അവള് പോകുന്നതിന്റെ മുന്നേ അവൾ അവസാനമായിട്ട് കണ്ട ആള് ഞാനാണ് എന്നവൻ പറയുന്നത് കേട്ട് ഹീജു ഒരു ചുക്കും മനസ്സിലാവാതെ എന്ത് എന്ന് ചോദിക്കുന്നു. ഓ, നിനക്ക് അത്രയ്ക്ക് ആഴത്തിലൊന്നും ഇൻഫർമേഷൻസ് കിട്ടിയിട്ടില്ല അല്ലേ? ഞങ്ങളൊരു ഡീൽ ഉണ്ടാക്കിയിരുന്നു. ആ ഡീല് കാരണം ഒരിക്കലും ഇനി ഈനയ്ക്ക് സാവന്റെ വൈഫായിട്ട് തിരിച്ചു വരാൻ പറ്റില്ല. ഇനി നീ പറ, നീ എന്തിനു വേണ്ടിയിട്ടായിരുന്നോ ബ്ലാക്ക്
ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഉദ്ദേശിച്ചത്, ആ ഉദ്ദേശം ഞാൻ അങ്ങ് ഇല്ലാതാക്കിയില്ലേ എന്ന് സാവൻ ചോദിക്കുന്നു. ഇത് കേട്ട് ആകമൊത്തം ഷോക്കായി പോയ ഹീജു ഉത്തരവൊന്നും കൊടുക്കാനില്ലാതെ ഫോൺ ഓഫ് ചെയ്ത് വെച്ച് ആ ഡീലിനെ കുറിച്ച് കാര്യമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ഡോർ അൺലോക്ക് ചെയ്യുന്ന സൗണ്ട് കേൾക്കുന്നതും അവൾ പെട്ടെന്ന് തന്നെ പോയി ഫോൺ ഒളിപ്പിച്ചു വെക്കുന്നു. അവളുടെ അടുത്തേക്ക് വന്ന് സാവൻ, നീ ഇപ്പോഴും ഉറങ്ങിയിട്ടില്ലേ? ഞാൻ വിചാരിച്ചു ഇന്ന് നല്ല സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ദിവസമായത് കാരണം നീ നല്ല ടയർഡ് ആയിരിക്കും എന്ന് പറഞ്ഞ്, ഞാൻ നിന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തതിന് നിന്നോട് സോറി ചോദിച്ചേ പറ്റൂ. നീ ഇന്ന് നന്നായി പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. കൂടെ തന്നെ ഒഫീഷ്യൽ റിസൾട്ട് ഒന്നും വന്നിട്ടില്ല, അതുകൊണ്ട് അത്ര അഹങ്കരിക്കൊന്നും വേണ്ട എന്നും അവൻ പറയുന്നുണ്ട്. ചങ്ങൂൺ ഡെയിലി ന്യൂസിന്റെ നാളത്തെ ആനിവേഴ്സറി പാർട്ടി ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന സാവനെ കണ്ട് ഹീജു, ഇവൻ എന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇനിയിപ്പോ ചേച്ചി വന്നത് ഇവൻ അറിഞ്ഞിട്ടുണ്ടാവോ അതോ ഇല്ലയോ എന്ന് ചിന്തിക്കുന്നു. നെക്സ്റ്റ് ഡേ ആനിവേഴ്സറി പാർട്ടി നടക്കുവാണ്. അതും 70ാമത്തെ ആനിവേഴ്സറിയുടെ പാർട്ടിയാണ് കേട്ടോ. ഓ, ഹീജുവിന്റെ സ്റ്റെപ്പ് ഫാദറിനെ കാണിച്ചു തന്നില്ലല്ലോ. ഈ ഇളിച്ചുകൊണ്ട് സംസാരിക്കുന്നില്ലേ, ഇതാണ് ഹീജുവിന്റെ സ്റ്റെപ്പ് ഫാദർ കേട്ടോ. ഇപ്പൊ ഹീജുവിനെ അവളുടെ അമ്മ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. ആ നഴ്സിംഗ് ഹോമിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ നിന്റെ അച്ഛനെ മാറ്റി എന്ന് പറഞ്ഞിട്ട്, അത് സത്യമാണോ എന്ന് ചോദിക്കുന്നു. സാവോനാണ് മാറ്റിയത് എന്ന് അവൾ ടൈപ്പ് ചെയ്ത് കാണിക്കുന്നുണ്ട്. സാവോനോ? അവൻ എങ്ങനെയാ നിന്റെ അച്ഛന്റെ കാര്യം അറിഞ്ഞത്? ചെയർമാൻ എങ്ങനെ ഇത് കണ്ടുപിടിച്ച എന്തായിരിക്കും അവസ്ഥ എന്ന് നിനക്കറിയോ എന്ന് പറഞ്ഞ അമ്മ അവളോട് ദേഷ്യപ്പെട്ട്, എനിവേ ഞാൻ എന്തായാലും ഇനി അങ്ങേർക്ക് വേണ്ടി പൈസ ചെലവാക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്ന് ഹീജുവിന്റെ അച്ഛനെ പറ്റി ഒട്ടും കെയർ ചെയ്യാതെ പറഞ്ഞുകൊണ്ട് പോകുന്നു. പോകുന്ന വഴിക്ക് അവളുടെ ജാക്കറ്റ് അഴിച്ചു കളഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ഇപ്പൊ റെസ്റ്റ് റൂമിൽ നിന്ന് ആരോ രണ്ടുപേര് സംസാരിക്കുവാണ്. അവര് സാവോനെ കുറിച്ചും ഈനയെ കുറിച്ചും ഹീജുവിനെ കുറിച്ചും സംസാരിക്കുന്നു. മാരേജ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈനയെ കണ്ടിട്ടില്ലല്ലോ, പക്ഷെ ഇന്നത്തെ ഫംഗ്ഷന് അവളുടെ അനിയത്തി വന്നിട്ടുണ്ട്. നിനക്ക് ഓർമ്മയുണ്ടോ? ഈന എവിടെ പോയാലും അവളുടെ കൂടെ അവളുടെ അനിയത്തി ഉണ്ടാവും. എന്തൊരു ക്രീപ്പി ആയിരുന്നു അത്. ഒറ്റയ്ക്ക് നിൽക്കാനോ പെരുമാറാനോ ഒന്നും അറിയാത്ത ഒരുത്തി എന്നൊക്കെ ഹീജുവിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് അവര് രണ്ടുപേരും അവിടുന്ന് പോകുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആ റെസ്റ്റ് റൂമിലുണ്ടായിരുന്ന ഹീജുവും കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവള് പാർട്ടി നടക്കുന്ന ഹാളിലേക്ക് വരുന്നു. സാവോന അവിടെ സംസാരിച്ച് ഡ്രിങ്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് അവൾ കാണുന്നുണ്ട്. ആ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിൽക്കാൻ തീരെ താല്പര്യം ഇല്ലാത്തത് കാരണം ഒരു ഡ്രിങ്ക് എടുത്തുകൊണ്ട് ഹീജു പുറത്തേക്ക് വരുവാണ്. റൂഫ് ടോപ്പിലേക്കാണ് അവൾ വരുന്നത്. 10 മണിയാവുന്നതും ആ കിഡ്നാപ്പറുടെ ഫോണിൽ അവൾ വെച്ചിട്ടുണ്ടായിരുന്ന അലാം അടിക്കുന്നു. സാവോന് കോൾ ചെയ്യണോ വേണ്ടയോ എന്ന് അവൾ ആലോചിക്കുന്നുണ്ട്. അവസാനം കോൾ ചെയ്യാൻ തന്നെ തീരുമാനിക്കുന്നു. റിംഗ് ചെയ്യുന്നുണ്ട് എന്നാൽ കോൾ എടുക്കുന്നില്ല. സോ അവള് ഹീജുവിനെ കുറിച്ചോ അല്ലെങ്കിൽ കിഡ്നാപ്പറെ കുറിച്ചോ ഒന്നും അവനും കെയർ ചെയ്യുന്നുണ്ടാവില്ല എന്ന് ചിന്തിച്ച് ഫോൺ എടുത്ത് വെക്കാൻ നിൽക്കുമായിരുന്നു. ആ ടൈമിൽ തന്നെ അവൻ കോൾ അറ്റൻഡ് ചെയ്യുന്നു. ഹീജു തന്നെ കുറിച്ച് ഓരോരുത്തരും പറയുന്ന കാര്യങ്ങൾ കേട്ട് ആകെ വിഷമത്തിൽ നിൽക്കുവാണ്. നിന്റെ മാരേജിന് ഇനയ്ക്ക് പകരം ഹീജു വന്ന് നിന്നപ്പോ എങ്ങനെയായിരുന്നു ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്? അല്ലെങ്കിൽ നീ പറയണ്ട, അതെന്തായാലും ഗ്രേറ്റ് ആയിരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ് എന്നവള് പറയുന്നു. ഏകദേശം അതുപോലൊക്കെ തന്നെ എന്ന് സാവൻ റിപ്ലൈ കൊടുക്കുന്നു. ഹീജു, ശരി, അവളെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ലല്ലോ അല്ലെ, അവളെയൊക്കെ ആര് സ്വീകരിക്കാനാ? അവള് ഗ്ലൂമിയാണ്, ആരോടും മിണ്ടില്ല. ഈനയുടെ കൂടെ വരുന്ന ഒരു സപ്ലിമെന്ററി പേജ് മാത്രമാണ് അവള്, വെറും സപ്ലിമെന്ററി പേജ് മാത്രമാണ് അവള് എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട്, ഇതിലും ഫണ്ണി ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയോ നിനക്ക്? ആ കാര്യം അവക്കും അറിയാന്നുള്ളതാണ്. ഫ്രീ ആവാൻ ആഗ്രഹം ഉണ്ടായിട്ടും ഓരോ സമയത്തും അത് ബ്രേക്ക് ചെയ്യാൻ അവക്ക് മടിയായിരുന്നു, അവക്ക് പേടിയായിരുന്നു. അതിനുള്ള ധൈര്യം അവക്ക് ഉണ്ടായിരുന്നില്ല. അവക്ക് സമ്പന്നരായ കുടുംബങ്ങളെ ഇഷ്ടമല്ലായിരുന്നു. എന്ന ആഡംബരത്തിൽ അവള് കംഫർട്ടും ആയിരുന്നു. പണം കൊണ്ട് മൂടപ്പെട്ട ഒരു ബീരു മാത്രമായിരുന്നു അവള് എന്നെല്ലാം പറയുന്നു. സാവൻ ഇതെല്ലാം കേൾക്കുന്നു. ഇപ്പൊ അവൻ സംസാരിച്ചു തുടങ്ങുന്നു. ഹീജു ഒരിക്കലും ഗ്ലൂമി അല്ല, ചുറ്റുപാട് നിരീക്ഷിക്കുമായിരുന്നു. അവൾ ആരോടും സംസാരിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ആളുകൾ ആദ്യം അവളോട് റൂഡായിട്ടാണ് സംസാരിക്കാറുള്ളത്, അതുകൊണ്ടാണ്. പിന്നെ അവള് പണത്തിൽ മൂടിക്കിടക്കൊന്നുമല്ല എന്ന് പറഞ്ഞ് ഹീജുവിന്റെ അമ്മയെ നോക്കി, അവൾക്ക് അവളുടെ അമ്മയെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അവൾ അങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്ന് പറയുന്നു. വീണ്ടും അവൻ, എന്റെ വായ കൊണ്ട് കഴിക്കാനോ സംസാരിക്കാനോ ഇഷ്ടമില്ലാത്തൊരു സമയം എനിക്കുണ്ടായിരുന്നു. എന്റെ ചുറ്റും ഉണ്ടായിരുന്നത് ഗ്രീഡി ആയിട്ടുള്ള, എനിക്ക് ഒരു സമാധാനവും തരാത്ത ആളുകൾ മാത്രമായിരുന്നു. എന്നാൽ അവള് മാത്രമായിരുന്നു ഒന്നും സംസാരിക്കാതെ ഉണ്ടായിരുന്നത്. എന്തുകൊണ്ടാണെന്നറിയില്ല, പക്ഷെ അവളെ നോക്കുന്ന സമയത്ത് എനിക്ക് സമാധാനമായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റാറുണ്ടായിരുന്നു. പിന്നെ നീ എന്തായിരുന്നു പറഞ്ഞേ? സപ്ലിമെന്ററി പേജോ? നിനക്കറിയില്ലെങ്കിൽ നന്നായിട്ട് കേട്ടോ. അവൾ ഒരിക്കലും സപ്ലിമെന്ററി പേജ് അല്ല, അവൾ ഒരു പുതിയ ലാംഗ്വേജ് ആണ്. അവൾ ഇന്ന് ആരാണോ അതിനുവേണ്ടി അവൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരാൾക്കും അതിനെക്കുറിച്ച് ഒന്നും അറിയേയില്ല. അതുകൊണ്ട് തന്നെ എന്റെ വൈഫിനെ കുറിച്ച് ഇതുപോലെ ഓരോന്നും സംസാരിക്കരുത് എന്നൊക്കെ സാവൻ പറയുന്നു. എന്റെ മോനെ, എന്ത് നല്ല ഡയലോഗ്സ് ആലേ. ഇപ്പൊ അവൻ പറഞ്ഞ ഈ ഡയലോഗ് കാരണം ഹീജു കരയുവാണ്. പിന്നെ നീ എന്തിനാ അവൾ ഇൻവിസിബിൾ ആണ് എന്ന പോലെ അവളെ ട്രീറ്റ് ചെയ്തേ? നിനക്ക് അവളെ നന്നായി അറിയാന്നല്ലേ നീ പറയുന്നേ, പിന്നെ എന്തുകൊണ്ടാണ് നീ അങ്ങനെയൊക്കെ ചെയ്തേ? മാരേജിന്റെ കാര്യമേ മറന്നു കളയാൻ നീ എന്തിനായിരുന്നു അവളോട് പറഞ്ഞേ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്ന അവള് ഇപ്പൊ ലിഫ്റ്റ് ഓപ്പൺ ആകുന്ന സൗണ്ട് കേൾക്കുന്നതും സംസാരം നിർത്തുന്നു. കാരണം എന്തായിരുന്നു? ആ ഓപ്പൺ ആയ ലിഫ്റ്റ് റൂഫ് ടോപ്പിലേക്കുള്ള ലിഫ്റ്റ് ആയിരുന്നു. അങ്ങോട്ടേക്ക് വന്നതോ സാവോനും ആയിരുന്നു. ഹീജുവിന്റെ ജാക്കറ്റും എടുത്തുകൊണ്ടായിരുന്നു സാവോൻ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ആരോ വന്നതറിഞ്ഞ് തിരിഞ്ഞു നോക്കിയ ഹീജു സാവോനെ കണ്ട് ഷോക്കാവുന്നു. സാവോനാണെങ്കിൽ സന്തോഷവും ഷോക്കും എല്ലാം കൂടെ ചേർന്ന അവസ്ഥയിലാണ്. ഹീജു ഫോണും പിടിച്ചുകൊണ്ടല്ലേ ഈ നിൽക്കുന്നത്. ഇനി കാണിക്കുന്നതേ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ പോലീസ് സ്റ്റേഷനിലേക്ക് സാവോൻ പോയപ്പോ സംഭവിച്ച കാര്യങ്ങളാണ്. സാവോൻ എന്ന് വാക്കുകൂടി
കൊടുത്ത പോലെ തന്നെ ആ പോലീസിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. ഫോട്ടോ എടുക്കുന്ന ചടങ്ങ് കഴിഞ്ഞതിന് ശേഷമാണ് അവർ റിപ്പോർട്ട് ഫയൽ ചെയ്യുന്നത്. വൈഫിന് എങ്ങനെയുണ്ടെന്ന് അവർ ചോദിക്കുന്നു. ഇപ്പൊ ഓക്കെ ആണെന്ന് സാവോനും റിപ്ലൈ കൊടുക്കുന്നു. അന്ന് നിങ്ങളുടെ വൈഫ് നന്നായിട്ട് ഷോക്ക് ആയിട്ടുണ്ടായിരുന്നു. പാനിക് അറ്റാക്ക് ഉണ്ടാവുകയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. മുഖമൊക്കെ ആകെ വിളറി വെളുത്തിട്ടുണ്ടായിരുന്നു. നല്ല സൗണ്ടിൽ അലറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. റോഡിലായത് കാരണം ഞങ്ങൾ പെട്ടെന്ന് കാറ് നിർത്തുകയായിരുന്നു ചെയ്തത്, അല്ലെങ്കിൽ ആകെ പ്രശ്നമായേനെ എന്ന് പോലീസ് പറയുന്നു. സാവോൻ വിശ്വാസം വരാതെ നിങ്ങളിപ്പോ എന്താ പറഞ്ഞേ, അവൾ അലറിയുന്നോ, എന്റെ വൈഫ് അലറിയുന്നോ എന്ന് ചോദിക്കുന്നു. അവന് വിശ്വാസം വരാൻ വേണ്ടി പോലീസ് ഫുട്ടേജ് കൊടുക്കുന്നുണ്ട്. ആ ഒരു വീഡിയോ ക്ലിപ്പിൽ അവളെ കാറ് തുറന്ന് പുറത്തേക്ക് വിടാൻ പറഞ്ഞുകൊണ്ട് ഹീജു ഒച്ചയുണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ, നന്നായിട്ട് അലറി കരയുന്നുണ്ട്. ഈ വീഡിയോ കണ്ട് അവൾ കാറിൽ നിന്ന് പുറത്തേക്ക് വിടാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആലോചിച്ച് സാവൻ ദേഷ്യം കാരണം സ്പീഡിൽ കാറ് ഡ്രൈവ് ചെയ്യുന്നു. പെട്ടെന്ന് അവൻ കാറ് നിർത്തുന്നു. അവന്റെ ആംഗ്രി മൂഡൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പൊ അവൻ ചിരിക്കുവാണ് ചെയ്യുന്നത്. കാരണം എന്താ, ഹീജു സംസാരിക്കുമെന്ന് അവന് മനസ്സിലായില്ലേ. ഹീജുവിന്റെ രഹസ്യം അങ്ങനെ സാവോന് മനസ്സിലായി. ഞാൻ എന്തായാലും അവനേക്കാ ഹാപ്പിയാണ്. എനിവേ, ഇതുവരെയാണ് 4ാമത്തെ എപ്പിസോഡ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.